നീറ്റ് പരീക്ഷ, കാരണം MBBS അഡ്മിഷൻ കിട്ടുന്ന കുട്ടികൾക്ക് അവരുടെ എലിജിബിലിറ്റി എൻട്രൻസിൻ്റെ എക്സാമിനേഷനാണ് നീറ്റ്. ദേശീയ അടിസ്ഥാനത്തിൽ നടത്താനായിട്ട് ഗവൺമെൻറ് അങ്ങ് തീരുമാനിച്ചു. എന്നിട്ട് അത് നടത്താനുള്ള ഏജൻസി എന്ന് പറയുന്നത് NDA ആണ്, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ഈ NDA അങ്ങ് ഏൽപ്പിച്ചു. NDAക്ക് ഡയറക്ടറും അതിൻ്റെ പരിവാരങ്ങളും ഒക്കെ ഉണ്ട്. അവർ ഇങ്ങനെയുള്ള പരീക്ഷകളൊക്കെ അവരങ്ങ് നടത്തും. അപ്പോൾ 2024 ഇതുപോലെ പരീക്ഷ നടത്തി. അതിനകത്ത് ജാർഖണ്ഡിൽ നിന്നോ മറ്റോ ആണ് അന്ന് ആദ്യം ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നു. അതിൻ്റെ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നു. ഈ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ചോർന്നു കഴിഞ്ഞ് കിട്ടിക്കഴിഞ്ഞാലല്ലോ ഉണ്ടല്ലോ എളുപ്പമൊന്നും അറിയത്തില്ലത്. അങ്ങനെ കിട്ടി, പരീക്ഷ ഒക്കെ ആയി. പിന്നെ അത് വലിയ തർക്കത്തിനും ബഹളത്തിലൊക്കെ ആയി. ആരാണ്ടെയൊക്കെ അധികം സസ്പെൻഡ് ചെയ്യുകയൊക്കെ ചെയ്തു. NDAയുടെ ഡയറക്ടറെ, ആ ഏജൻസിയുടെ ഡയറക്ടറെ തലസ്ഥാനത്ത് നിന്ന് മാറ്റി ഒക്കെ ചെയ്തു. പക്ഷെ അതുകൊണ്ടൊക്കെ ഈ പിള്ളേർക്കുണ്ടാകുന്ന നഷ്ടം ഇല്ലാതാവുമോ? കുഞ്ഞുങ്ങൾ കഷ്ടപ്പെട്ടിരുന്ന് പഠിച്ച് വളരെ ബുദ്ധിമുട്ടി ആണ് ഈ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ തയ്യാറെടുക്കുന്ന കുഞ്ഞുങ്ങളുടെ വയറ്റത്തടിക്കുന്ന പള്ളക്കടിക്കുന്ന പരിപാടിയല്ലേ ഈ കാണിക്കുന്നത്. പലരുമൊക്കെ ഇത് കാശും കൊടുത്ത് ഇനി വാങ്ങിക്കും. ഈ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 ലക്ഷം രൂപ കൊടുത്താലും ഒരു നഷ്ടമില്ല. കാരണം ഒരു MBBS അഡ്മിഷന് പലപ്പോഴും 25 ലക്ഷം രൂപ മുതൽ 30-50 ലക്ഷം രൂപ വരെ കൊടുക്കേണ്ട ഗതികേടുമുണ്ട്. അങ്ങനെ വരുന്ന ഉടനെ ഇതിന് ഒരു 10 ലക്ഷം രൂപ കീഴവാക്കിയാലും എന്താ കുഴപ്പം? ക്വസ്റ്റ്യൻ പേപ്പർ കൈ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തര സൂചി ഉൾപ്പെടെയാണ് കൊടുക്കുന്നത്. മാതൃകാ ക്വസ്റ്റ്യൻ പേപ്പർ എന്നും പറഞ്ഞുകൊണ്ടായി കൊടുക്കുന്നത്, മാതൃകാ ചോദ്യ പേപ്പർ. അങ്ങനെ 2024 ഒരുപാട് കുഞ്ഞുങ്ങൾ വെള്ളത്തിലായി, കഷ്ടപ്പെട്ടു. കാരണം ഈ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയവനൊക്കെ അത് എഴുതി കയറും. അത് പലപ്പോഴും നോർത്ത് ഇന്ത്യയിലുള്ള ഇടപാടുകളാണ് നടക്കുന്നത്. അവിടുന്ന് വന്ന് രാജസ്ഥാനിൽ നിന്നൊക്കെയാണ് ഓരോരുത്തർ ഇവിടെ വന്ന് അഡ്മിഷൻ എടുത്ത് പഠിക്കുന്നത്. ഇത് രാജസ്ഥാനിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ ചോർന്ന് കിട്ടുന്നത്. ഹരിയാന, രാജസ്ഥാൻ, അതേപോലെ തന്നെ ജാർഖണ്ഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ. ഇപ്രാവശ്യം അതുപോലെ ഈ കുഞ്ഞുങ്ങൾ ഏതാണ്ട് 25 ലക്ഷത്തോളം കുഞ്ഞുങ്ങൾ കഷ്ടപ്പെട്ട് ഉറക്കം വിളച്ചിരുന്ന് പഠിച്ച് പോയി പരീക്ഷ എഴുതിയതാണ്. ഇപ്പോൾ ആ പരീക്ഷ ഒന്നുകൂടെ ക്യാൻസലാക്കേണ്ടതായിട്ട് വന്നു. കാരണം ഇതിനകത്ത് ഏതായാലും കോടതിയിൽ ഇത് പോയാൽ അടി കിട്ടും എന്ന് സെൻട്രൽ ഗവൺമെൻറ്റിന് മനസ്സിലായി. അതുകൊണ്ട് അതിന് മുമ്പ് തന്നെ പരീക്ഷ അങ്ങ് റദ്ദാക്കി. അതാ സംഭവിച്ചേക്കുന്നത്. ഈ പിള്ളേർ വീണ്ടും കുത്തിയിരുന്ന് പഠിച്ച് വീണ്ടും പോയി പരീക്ഷ എഴുതണം. എന്ത് കഷ്ടമാണെന്ന് ആലോചിച്ച് നോക്കിയോളൂ ഈ മക്കളോടൊക്കെ ചെയ്യുന്ന കടുങ്കൈ. കുഞ്ഞുങ്ങൾ അവർ ഒന്നാമത് ഇത് വലിയ ടെൻഷനുള്ള ഒരെണ്ണമാണ്. ഒരുപാട് ആങ്സൈറ്റി അവർക്കുണ്ടാകും. പലർക്കും അത് പലപ്പോഴും ഡിപ്രഷനിലേക്ക് പോലും കുഞ്ഞുങ്ങളെ തള്ളിവിടും. ഈ രീതിയിലാണ് അവർ പഠിച്ച് എഴുതിയ പരീക്ഷ റദ്ദാക്കിയത്. മാത്രമല്ല, ഈ പരീക്ഷയെക്കുറിച്ച് ഇപ്പോൾ പറഞ്ഞ ഒരുപാട് ആക്ഷേപം ഞാൻ കേട്ടതിനകത്ത് യഥാർത്ഥത്തിൽ ഒരു സ്റ്റാൻഡേർഡും ഇല്ലാത്ത ക്വസ്റ്റ്യൻസ് ആയിരുന്നു എന്നാണ് അതിനകത്ത്. അപ്പോൾ യാതൊരു സ്റ്റാൻഡേർഡും ഇല്ലാത്ത ചോദ്യങ്ങൾ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഒരിക്കലും ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന് പറ്റിയ ക്വസ്റ്റ്യനുകളല്ല അതിലുണ്ടായിരുന്നതെന്ന് പറയപ്പെടുന്നു. അത് കുഞ്ഞുങ്ങൾക്കേ അറിയാവൂ. അവരിൽ പലരും പറഞ്ഞ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. എന്നിട്ട് ഇവിടെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ മോഷ്ടിച്ച്, അതായത് ഇതേപോലെ ക്വസ്റ്റ്യൻ മോഷ്ടിച്ച് കൊടുക്കുന്ന ആരൊക്കെയാണെന്നറിയാമോ? മിക്കവാറും ഒക്കെ ഈ MBBS പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ഇതിനെക്കുറിച്ച് അവർ അഡ്മിഷൻ വാങ്ങിയെടുത്ത രീതി അവർക്കറിയാമല്ലോ. അങ്ങനെയാണ് കേരളത്തിൽ ഇത് വ്യാപകമായിട്ട് വരാൻ കാരണം. അതായത് കേരളത്തിലും ഇത് ചോർന്നു പോയി. രാജസ്ഥാൻ പോലീസ് നടത്തിയ ഒരു അന്വേഷണമാണ് യഥാർത്ഥത്തിൽ ഈ ചോർച്ച കണ്ടുപിടിക്കാനുള്ള, ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നു എന്ന് കണ്ടുപിടിക്കാനുള്ള ഇടയായത്. കാരണം രാജസ്ഥാനിൽ നിന്ന് ഇവിടെ വന്ന് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനിയുണ്ട്. ഈ കേരളത്തിലാണ് MBBS പഠിക്കുക, മെഡിക്കൽ വിദ്യാർത്ഥിനി. ഈ മെഡിക്കൽ വിദ്യാർത്ഥിനി വഴിയാണ് അയച്ചു കിട്ടി. മെഡിക്കൽ വിദ്യാർത്ഥിനി തിരിച്ച് വേറെ ആൾക്ക് അയച്ചു കൊടുത്തു. അങ്ങനെയാണ് ഇത് വ്യാപകമായ രീതിയിൽ ഇതിൻ്റെ ചോർച്ച ഉണ്ടായത്. അവസാനം അത് രാജസ്ഥാൻ പോലീസ് രജിസ്റ്റർ ചെയ്ത ഈ കേസ്, അതിൻ്റെ അന്വേഷണം CBI ഏറ്റെടുത്തു. ഏതായാലും ഈ പരീക്ഷ, നീറ്റ് പരീക്ഷ 2026 നീറ്റ് എന്ന് പറയുന്നത് നീറ്റ് അല്ലാത്തത് കൊണ്ട് തന്നെ അത് മൊത്തം ഒന്നാകെ റദ്ദാക്കി. ഇനിയും കുഞ്ഞുങ്ങൾ പഠിക്കണം, പോയിരുന്ന് എഴുതണം. ഇനിയിപ്പോൾ അതിൻ്റെ ഡേറ്റും കാര്യങ്ങളും ഒക്കെ അറിയിക്കും. രണ്ടാമത് രജിസ്റ്റർ ചെയ്യേണ്ട കാര്യമില്ല. ആദ്യം ഉള്ള രജിസ്ട്രേഷൻ ഫീസ് മുഴുവൻ തിരിച്ചു കൊടുക്കുന്നു.
എന്നൊക്കെ ആണ് ഇന്ന് വന്നേക്കുന്ന പ്രസ്താവന. ഇതിൽ ഒരു കെ രാധാകൃഷ്ണൻ കമ്മീഷൻ എന്ന് പറയുന്ന ഒരു കമ്മീഷനെ കൊണ്ട് ഈ 2024 ചോർച്ച വന്നു കഴിഞ്ഞപ്പോൾ ഒരു അന്വേഷണം നടത്തിച്ച് ഒരു റിപ്പോർട്ട് ഉണ്ടാക്കി, ഒരു കമ്മീഷൻ റിപ്പോർട്ട്. ആ റിപ്പോർട്ട് അവിടെ ഉറക്കും അപ്പൊടി പിടിച്ച് ഇങ്ങനെ ഇരിക്കുക. റിപ്പോർട്ട് പലതും വരും, പക്ഷേ റിപ്പോർട്ടിൽ വെളിച്ചം കാണത്തില്ല, യാതൊരു കാര്യവും നടക്കത്തില്ല. അതിൽ റെക്കമെൻഡേഷൻസ് ഒന്നും നടപ്പാക്കിയിട്ടില്ലെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്ന് അത് ട്രഷറിയിൽ കീപ്പ് ചെയ്യണം. അത് കീപ്പ് ചെയ്യുന്നത് ഇപ്പോൾ ഈ പ്രിൻ്റ് ചെയ്യുന്നത് പോലും അത് യഥാർത്ഥത്തിൽ പരീക്ഷയുടെ അന്നേ പ്രിൻ്റ് ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ രീതിയിലാണ്. അപ്പോൾ OMR ഷീറ്റും അതിനോടൊപ്പം തന്നെ വേണം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് റെക്കമെൻഡേഷൻസ് ഉണ്ട്. ആ റെക്കമെൻഡേഷൻസൊക്കെ എടുത്ത് ഊരെ കളഞ്ഞു, ഒന്നുമില്ല. പിന്നെ ഇതിന് കൊടുക്കേണ്ട കർശനമായ സുരക്ഷയെക്കുറിച്ച് അതിനെക്കുറിച്ചെല്ലാം അതിൽ റെക്കമെൻഡേഷൻസ് ഉണ്ടായിരുന്നു. അതൊന്നും നടപ്പാക്കിയിട്ടില്ല. ഇത് ചുമ്മാ വെള്ളത്തിൽ വരച്ച മാതിരി ഒരു കമ്മീഷനെയും വെച്ചു. അന്ന് ചുമ്മാ പേരുദോഷം മാറ്റാനായിട്ട് ചെയ്ത ഒരു പരിപാടിയാണ്. അപ്പോൾ ഇനി ഇത് നമ്മൾ ആലോചിക്കേണ്ടത് എന്താ പറയുക, ഇത് ഇപ്പം ഈ ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നു പോയേക്കുന്നത് എവിടെ നിന്ന് ഉള്ളതാണ് നമുക്ക് ഗൗരവതരമായ കാര്യം. അത് പ്രസ്സിൽ നിന്നാണ്, പ്രിൻറ്റിങ് പ്രസ്സിൽ നിന്ന്. ഈ ക്വസ്റ്റ്യൻ പേപ്പർ പ്രിൻ്റ് ചെയ്ത പ്രസ്സിൽ നിന്നാണ് ഇത് ചോർന്നു പോയേക്കുന്നതെന്നാണ് പറയുന്നത്. 135 ചോദ്യങ്ങൾ ഈ പരീക്ഷയ്ക്ക് ചോദിച്ച അതേ ചോദ്യങ്ങൾ തന്നെയാണ് മാതൃകാ ചോദ്യപേപ്പറിനകത്ത് എന്നുള്ള പേരിൽ ഇവർ ഇറക്കി വിട്ട ഇതുണ്ടായത്. അത് കൂളായിട്ട് അതങ്ങ് ഇറക്കി വിട്ടേക്കാണ്. അത് ഇത്രയും ചോദ്യങ്ങൾ മാത്രം ആൻസർ ചെയ്താൽ പോലും വലിയ റാങ്ക് കിട്ടും. കാരണം ബാക്കിയുള്ള ചോദ്യങ്ങളെന്ന് പറയുന്നത് വെറും കോടയായിരുന്നു, ഒന്നുമില്ലാത്തത്. അതായത് ഇപ്പോൾ ഇന്ത്യയുടെ തലസ്ഥാനം ഏത് നമ്മൾ ചോദിക്കുന്നുള്ള ചോദ്യം ന്യൂഡൽഹി, ഇതാണ് എന്നുള്ള ആ രീതിയിലുള്ള അത് ഒരു 3-4 ഓപ്ഷൻ: ചെന്നൈ, കൽക്കട്ട, ന്യൂഡൽഹി, പിന്നെ അതുപോലെ തന്നെ പാറ്റ്ന. അപ്പോൾ അതിൽ നിന്ന് എളുപ്പമല്ലേ ഇത് ന്യൂഡൽഹിയിൽ നിന്നുള്ള എഴുതാൻ എന്ന് പറയുന്നത് പോലുള്ള ചോദ്യങ്ങൾ. ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ബാക്കിയൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ 135 എണ്ണം ബന്ധപ്പാടുള്ള ചോദ്യങ്ങൾ അത് തന്നെ ഇങ്ങോട്ട് കൊടുത്തു. അതിൻ്റെ ഉത്തരവും കൊടുത്തിട്ടുണ്ട്, ആൻസർ കീയും കൊടുത്തു. ബാക്കിയുള്ള ഞാൻ പറഞ്ഞില്ലേ ഒരു കഴമ്പുമില്ലാത്ത മറ്റ് ചോദ്യങ്ങൾ ആർക്കും ഏത് മനുഷ്യനും എഴുതാവുന്ന, ആർക്കും എവിടെ കിടക്കുന്നതിനും എഴുതാവുന്ന ചോദ്യങ്ങളും. ഇതൊക്കെ നോക്കിക്കൊള്ളണം. ഇതെന്താണ് നമ്മൾ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് എന്തുമാത്രം ദ്രോഹം ചെയ്യുന്ന കാര്യമാണെന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. നന്നായിട്ട് പഠിക്കുക, ആ പഠിക്കുന്നവരെ അത് ഇല്ലാതാക്കുകയാണ്. അവരുടെ മുഴുവൻ പ്രോസ്പെക്ട്സും ഇല്ലാതാക്കുന്ന വിധത്തിലുള്ള ഇടപാടാണ് നടക്കുന്നത്. തൊഴിൽ കൊടുക്കുന്നതാണെന്നുണ്ടെങ്കിൽ എപ്പോഴും പുറംവാതിൽ വഴിയുള്ള നിയമനമാണ് ഓരോ സർക്കാരുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിന് ഒന്നും തൊഴിലൊന്നും കിട്ടത്തില്ല. പിന്നെ പഠിച്ച് ഒരു പ്രൊഫഷണൽ കോഴ്സിന് ചേർന്ന് പഠിച്ച് നല്ല നിലയിൽ പാസ്സായി വന്ന് ഒരു നല്ല ഡോക്ടറാകാം എന്നുള്ള ഒരു ആഗ്രഹത്തിൽ വരുന്നവർക്ക് പറ്റുന്ന പണിയാണോ ഇത്? അവരെയും പള്ളക്കടിക്കുകയാണ്. അവരുടെ ആഗ്രഹത്തിൻ്റെ മേളിൽ കത്തിവെക്കുകയാണ് ഈ കാണിക്കുന്നത്. കിട്ടത്തില്ല അവർക്കൊന്നും. ആ രീതിയാണ്. ഇനി ഇത് വീണ്ടും നടത്തിയാൽ പോലും ഇതിന് ചോർച്ച ഉണ്ടാകില്ല എന്ന് ഉറപ്പാക്കുന്നത് ആരുറപ്പാക്കും? എവിടുന്നാണ്? നമ്മൾ ഈ കുഞ്ഞുങ്ങളുടെ വിലാപം ഉണ്ടല്ലോ, അതൊന്ന് കാണണം. അവരെ കരച്ചിൽ. നന്നായിട്ട് പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ഒരുപാടുണ്ട്. അവർക്കൊക്കെ എന്തുമാത്രം വിഷമം ഉണ്ടാവും. ഇത് 2 ലക്ഷം രൂപ മുതൽ 10 ലക്ഷം രൂപ വരെ 20 ലക്ഷം രൂപ വരെയാണ് ഈ ചോദ്യപേപ്പർ വിറ്റതെന്നറിയുന്നു. ഇതിൻ്റെ പുറകിലുള്ള മുഴുവൻ ആളുകളെയും പിടിക്കണം. അതുപോലെ തന്നെ ഇത് വിതരണം ചെയ്തേക്കുന്നെന്ന് പറയുന്ന ഈ MBBS പഠിക്കുന്നതൊക്കെ ഉണ്ടല്ലോ, അതിനെല്ലാം ഡീബാർ ചെയ്ത് വീട്ടിൽ പറഞ്ഞയക്കണം. പഠിക്കണ്ട, നിർത്തിക്കോ എന്ന് പറഞ്ഞ നിർത്തി അങ്ങ് തിരിച്ചു വിട്ടേക്കണം. അതാ വേണ്ടത്. കാരണം ഇതുപോലെ എന്തെങ്കിലും കള്ളത്തരം നടത്തി അവർ ജീവിച്ചോളും. അതാ വേണ്ടത്.